ഈ അൻവർ ഇവിടെ 2 തവണ ജനപ്രതിനിധിയായിരുന്നു. LDFന്റെ ഭാഗമായി നിന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിലാണ് ഏറ്റവും അവസാനം വരുന്നത്. അത് എങ്ങനെയായിരിക്കും മത്സരത്തെ ബാധിക്കുക? മിക്കവാറും UDFന് 10 വോട്ടെങ്കിലും കുറയും. കാരണം എന്ത് കാരണത്താലാണ് അയാളെ നടുക്കിട്ട് പോയത് ജനങ്ങളെ? അയാളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളെ നടുക്കടലിൽ കൊണ്ടിട്ട് പോകാൻ ഒരു കാരണം വേണ്ടേ? അയാളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് ഇട്ട് ഓടിയത്. അതുകൊണ്ട് 10 വോട്ട് ചിലപ്പോൾ കുറയാനേ സാധ്യതയുള്ളൂ. എം സ്വരാജിന്റെ നിലമ്പൂരിലെ വീട്ടിലാണ് ഞാനുള്ളത്. അച്ഛനും സഹോദരിയുമുണ്ട്. അച്ഛൻ മുരളീധരൻ നായരും സ്വപ്ന M നായരുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇപ്പോൾ സ്വരാജിനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? നല്ല കാര്യമെന്നേ പറയുള്ളൂ. രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാകുമ്പോൾ അത് വളരെ നല്ലതാണ്, എനിക്കിഷ്ടവുമാണ്. ഇപ്പം ഈ സ്വരാജ് നേരത്തെ തൃപ്പൂണിത്തറയിലാണ് മത്സരിച്ചത്. സ്വന്തം ജന്മനാട്ടിൽ മത്സരിക്കാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? എന്താ നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. അവനവൻ്റെ നാട്ടിലുള്ളവരായിട്ടാണല്ലോ കൂടുതൽ അടുപ്പം. അവൻ എല്ലാവരെയും അറിയുന്ന ആളാണ്. എല്ലാവർക്കും അവനെ അറിയാം. അപ്പം ഏറ്റവും നല്ലത് അവനവൻ്റെ നാട്ടിൽ മത്സരിക്കുക എന്ന് തന്നെയാണ്. ഇപ്പം ഈ മത്സരിച്ച് വിജയിച്ചാൽ ഇപ്പോൾ കുറച്ചായിട്ട് താമസം സ്വരാജും ഭാര്യയും ഒക്കെ പുറത്താണ്, ഇങ്ങോട്ട് കൂടി കിട്ടുമല്ലേ? അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. താമസം അവരുടെ ഇഷ്ടമാണല്ലോ. അവൾക്ക് അവിടെ ജോലിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കൽ പ്രാവർത്തികമാവില്ല. ഇനിയും ജോലി വേണ്ടായെങ്കിൽ ഇവിടെയും വന്ന് താമസിക്കാം. എന്നെ സംബന്ധിച്ച് അതിനൊന്നും ഒരു പ്രശ്നമില്ല. വീക്കിലി ഇവിടെ വരുന്നതാ. എന്നും സ്വരാജ് എപ്പോഴും പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങളും സ്വരാജും 2 പേരേ ഉള്ള മക്കളല്ലേ? അതെ. എങ്ങനെയാണ് സഹോദരൻ്റെ അനിയനാണോ ഏട്ടനാണോ? അനിയനാണ്. എങ്ങനെയാണ് ഇത് കാണുന്ന രാഷ്ട്രീയ പോരാട്ടം? നല്ലതാണ്. പൊളിറ്റിക്കലി ഉള്ള ഫൈറ്റാണ് നല്ലത്. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് എതിർ സ്ഥാനാർത്ഥി. അങ്ങനെ പോരാട്ടം കനക്കുമോ? എന്താ തോന്നുന്നത്? പോരാട്ടം കണക്കണം. ആര്യാടൻ്റെ അത്രയും പോരാ ആര്യാടൻ്റെ മകൻ ഷൗക്കത്ത് എന്നാൽ എനിക്ക് തോന്നുന്നേ. ആൾ കുഴപ്പമൊന്നുമില്ല. രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാകുമ്പോൾ നല്ലതാണത്. പിന്നെ ഷൗക്കത്താണെങ്കിലും എൻ്റെ മകനാണെങ്കിലും അനാവശ്യമായിട്ട് വ്യക്തിപരമായിട്ട് ആരെയും ഒന്നും പറയില്ല. അൻവർ പറയുന്ന മാതിരി പറയില്ല. അപ്പോൾ സ്ഥാനാർത്ഥികൾ 2 ജെന്റിൽമാൻ പോരാട്ടമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം ഈ അൻവർ ഇവിടെ 2 തവണ ജനപ്രതിനിധിയായിരുന്നു. LDFന്റെ ഭാഗമായി നിന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിലാണ് ഏറ്റവും അവസാനം വരുന്നത്. അത് എങ്ങനെയായിരിക്കും മത്സരത്തെ ബാധിക്കുക? മിക്കവാറും UDFന് 10 വോട്ടെങ്കിലും കുറയും. കാരണം എന്ത് കാരണത്താലാണ് അയാളെ നടുക്കിട്ട് പോയത് ജനങ്ങളെ? അയാളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളെ നടുക്കടലിൽ കൊണ്ടിട്ട് പോകാൻ ഒരു കാരണം വേണ്ടേ? അയാളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് ഇട്ട് ഓടിയത്. അതുകൊണ്ട് 10 വോട്ട് ചിലപ്പോൾ കുറയാനേ സാധ്യതയുള്ളൂ. അത് അൻവർ UDFനെ പിന്തുണച്ചാൽ UDFന് അത് തിരിച്ചടിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആകും. അതോടൊപ്പം ഇവിടെ കോളേജിൽ ഒക്കെ പഠിച്ച് വളർന്ന സ്വരാജ് ഇപ്പോൾ നാട്ടിൽ മത്സരത്തിന് ഇറങ്ങുന്നു. ഒരു രാഷ്ട്രീയ പോരാട്ടം എന്നുള്ളതോടൊപ്പം തന്നെ ഈ വികസന രംഗത്ത് നിലമ്പൂരിന് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു നിലമ്പൂരുകാരൻ എന്നുള്ള നിലയ്ക്ക് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എല്ലാവിധ വികസനവും അവൻ വിചാരിച്ചാൽ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. എല്ലാം കഴിയട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ഞാൻ ഇവിടെ വരുമ്പോൾ ഫോണിൽ ആരോടെ സംസാരിക്കുന്ന കേട്ടു, നമ്മൾ 2 രാഷ്ട്രീയമാണ്, എൻ്റെ ചെക്കനൊരു വോട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വോട്ട് പിടുത്തം തുടങ്ങിയോ? തീർച്ചയായിട്ടും എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അവനോട് എനിക്ക് എന്തും പറയാം. കോൺഗ്രസ്സുകാരനാണ് അവൻ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യും. ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ വേറൊരാളോട് ഞാൻ പറയില്ല. എന്തായാലും അച്ഛൻ സ്വരാജിന് വേണ്ടി വോട്ടുപിടുത്തം തുടങ്ങി. ജന്മനാട്ടിലെ കന്നി പോരാട്ടത്തിനാണ് സ്വരാജ് ഈ രംഗത്തിറങ്ങുന്നത്. വളരെ ശക്തമായൊരു മത്സരം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. സാജിദ് അജ്മൽ, മീഡിയ 1, നിലമ്പൂർ.